അപ്പോൾ നമ്മൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ ഭയങ്കര പീക്ക് ലെവൽ ഓഫ് ആക്ടിങ്ങും ടോപ്പ് നോച്ച് പെർഫോമൻസുമാണ് സിനിമയിൽ എടുത്തു പറയാനുള്ളത്. അന്യായ പടം, ഒന്നും പറയാനില്ല. അതായത് അടിപൊളി അന്യായ പടമാണ് പടം. നല്ല, അതായത് 2025 ഇപ്പോൾ ഒരു ഫസ്റ്റ് ത്രില്ലറാണ്. നല്ല അടിപൊളിയായിട്ട് ത്രില്ലോട് കൂടി തന്നെ നമുക്ക് തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി. ഇതിൽ എടുത്തു പറയാനായിട്ടുള്ളത് നമ്മുടെ ചാക്കോച്ചൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഐ മീൻ നല്ല ദേഷ്യക്കാരനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. ആ ഒരു ക്യാരക്ടറിനോട് ആൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് ആ ഒരു ക്യാരക്ടറായിട്ടും അത് ശരിക്കും പറഞ്ഞ് ജീവിക്കുകയായിരുന്നു ആള്. നമ്മളെ എന്നാദാൻ കേസ് കൂടെ എന്ന് പറഞ്ഞ സിനിമ, അതേപോലെ അഞ്ചാം പാതിര, ഇതൊക്കെ കണ്ട് നമ്മൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു തിരിച്ചുവരവ് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചാണ്. അതിൻ്റെ ആ ഒരു ലെവല് മേളിലാണ് ഇപ്പം നമ്മുടെ ഈ ഒരു സിനിമയിൽ കാണുന്നത്. അത് ആ ഒരു ക്യാരക്ടറായിട്ടാണ് അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തേക്കാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ വില്ലന്മാരാണ്. വില്ലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പണി സിനിമയിൽ നമ്മുടെ സാഗർ സൂര്യയും ജുനൈസൊക്കെ ചെയ്ത പോലെ ഇനിയിപ്പോൾ നമുക്ക് OTT ഇറങ്ങുമ്പോൾ കുറേ ക്ലിപ്സൊക്കെ വരാൻ, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടാൻ പോകുന്ന ഒരു വില്ലന്മാർ ഒരു 5 വില്ലന്മാരുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വില്ലന്മാരുടെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ഇതിൽ പെർഫോമൻസുകളൊക്കെ ഒരു സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ഇതിൽ എടുത്തു പറയാനായിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. അതായത് ഏതൊരു സിനിമ ഉണ്ടെങ്കിൽ ആ സ്ക്രിപ്റ്റ് നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ എത്രയൊക്കെ മോശം വന്നാലും ആ ഒരു സ്ക്രിപ്റ്റ് നല്ലതാണ്, ഈ പടം അടിപൊളിയായിട്ട് പോകുന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സിനിമ. അതായത് നമുക്കിപ്പോൾ ഈ സിനിമയിൽ പെർഫോമൻസും ഹൈ ആണ്, അതേപോലെ തന്നെ സ്ക്രിപ്റ്റും ഹൈ ആണ്. അപ്പോൾ ഈ ഒരു രണ്ടും കൂടെ ഒത്തൊരുമിച്ച് വരുമ്പോൾ ഈ ഒരു സിനിമ അടിപൊളിയായിട്ട് എല്ലാവർക്കും എൻഗേജിങ് ആയിട്ട്, അതായത് ഇതിൽ ശരിക്കും പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു പോകുമ്പോൾ ഒട്ടും ലാഗില്ലാതെ ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്രില്യൻസ് വേണം. അതായത് ഈ ഒരു എന്തൊക്കെയാണോ നമ്മുടെ പ്രേക്ഷകരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് അതൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണോ ഒരു സിനിമ എന്നുള്ളൊരു ഇതിൽ നമുക്ക് കാണാനുള്ള അത് ആ ഒരു ഡയറക്ഷനിൽ ഇതിൽ കാണുന്നുണ്ട്, പെർഫോമൻസിൽ അത് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു തലമുറയിൽ അറിയാലോ, എല്ലാം നമുക്കിപ്പോൾ കൊച്ചി ആയാലും ഏതൊരു സ്ഥലമായാലും ഡ്രഗ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് പിള്ളേരുടെ ഇടയിലേക്ക് ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സറൗണ്ടിങ്ങിൽ ഇതേപോലത്തെ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പിള്ളേർക്ക് കൊടുക്കുന്നതൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ പറയണ്ടല്ലോ. അപ്പോൾ അത്രമാത്രം ഡ്രഗ്സ് നമ്മുടെ കോളേജിലേക്കും കോളേജ് കുട്ടികളിലേക്കും സ്കൂൾ കുട്ടികളിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി ഉള്ളൊരു ബോധവൽക്കരണം പോലെയുള്ള ഒരു സംഭവം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതെന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എടുത്തു പറയേണ്ടത് പെൺകുട്ടികൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. അതായത് നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റാഗ്രാം വഴിയായാലും ഫേസ്ബുക്ക് വഴിയായാലും നേരിട്ടായാലും ബന്ധം സ്ഥാപിച്ച് നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് കയറി വരാനൊക്കെ ഭയങ്കരമായിട്ട്, അതിപ്പോൾ എന്ത് മേഖലയാണ്, നിങ്ങളിപ്പോൾ ഏതിലാണോ നിങ്ങൾ നിൽക്കുന്ന ആ മേഖലയിൽ അവർ ഭയങ്കരമായിട്ട് കെയർ തന്നും ലവ് തന്നും സപ്പോർട്ട് തന്നൊക്കെ നിങ്ങളുടെ അടുത്ത് കൂടെ നിന്ന് അവസാനം നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങും, നിങ്ങളുടെ സെക്ഷലി നിങ്ങളെ യൂസ് ചെയ്യും. അതേപോലെ മാല വള എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരുപാട് എൻ്റെ പേഴ്സണലി തന്നെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ഈ ഇങ്ങനെ ചെയ്യുന്നവന്മാരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിർത്തിക്കൂടെ എന്നുള്ള പരിപാടി എനിക്കറിയാവുന്നതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയി. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഞാൻ പലപ്പോഴും പെൺകുട്ടികൾ ഇത്ര വിഡ്ഢികളാണോന്ന് ആലോചിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ പോകാനായിട്ട് ഭയങ്കര ത്വരയാണ്. അതായത് വൈബ്, പാർട്ടി, ഡ്രഗ്സ്, മറ്റേ വെള്ളടി, സിഗരറ്റ്, ഈ MDMA, ക്രിസ്റ്റൽ മെത്ത്, അങ്ങനെ എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യുന്നവന്മാരുടെ കൂടെ പോകാനായിട്ട് പെൺകുട്ടികൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പണി സിനിമയിൽ സാഗർ സൂര്യയുടെ ഒരു ക്യാരക്ടറിന് വരുന്നുണ്ടല്ലോ. അതായത് കുറച്ച് സമയം കൊണ്ട് തന്നെ പെൺകുട്ടി പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യുന്നു, കടന്നു പോകുന്നു. അവൻ എങ്ങനെയാണെന്നൊന്നും അന്വേഷിക്കണില്ല. ഇത് തന്നെയാണ് നമ്മുടെ ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കാരണം. പെൺകുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് അഡിക്ഷൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ അവരെ വീട്ടിൽ തന്നെ എന്താ പറയുക, സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു ഇതിൽ ചറ്റക്കൂട്ടിലിട്ട് വളർത്തുന്നതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഈ പെൺകുട്ടികൾ അതായത് അത് ചെയ്യാൻ പാടില്ല, നീ അങ്ങോട്ട് പോകണ്ട, അവൻ്റെ കൂടെ കൂടാൻ പാടില്ല, എൻ്റെ കൂടെ കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ട് സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളൊന്നും ഇങ്ങനെ പോകില്ല. ഈ ഒരു സ്നേഹം വീട്ടിൽ നിന്ന് ഓവർ കെയർ കിട്ടുന്നതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകുന്നതും. പിന്നെ ഇത് അഡിക്ഷനായിട്ടുള്ള ആൾക്കാർ ഇത് ഇൻട്രസ്റ്റ് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള
ഇത് യൂസ് ചെയ്യേണ്ട കൊള്ളാമെന്നുള്ള ആഗ്രഹമുള്ള പെൺകുട്ടികളും ഉണ്ട്. ഇങ്ങനെയുള്ളവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോവും, അവരുടെ സെറ്റ്സിൽ യൂസ് ചെയ്യും, അതേപോലെ തന്നെ അവരുടെ പ്രൈവറ്റ് വീഡിയോസൊക്കെ എടുക്കും, ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്യും പൈസ. അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മുടെ ഒരു സ്ഥലത്ത് നിന്നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്കത് ചെയ്യണവന്മാർ ഒരു അറിയാവുന്നതുകൊണ്ടും ഇത് നടന്നു പോണ കാര്യം തന്നെയാണ്. എന്തായാലും ഇതിപ്പോൾ ഈ സിനിമ കൊണ്ട് ഇത് മാറ്റം വരാൻ പോകണമെന്നില്ല. നിങ്ങൾ വിചാരിച്ചാൽ ഇതിന് മാറ്റം വരുമായിരിക്കാം. അപ്പോൾ ഇതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. പിന്നെ ഇതിൽ നെഗറ്റീവ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡബ്ബിങ് മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അത് അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വലുതല കണ്ട ഇവിടുത്തെ ഇനി പ്രശ്നമാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ കണ്ടെടുത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. ഡബ്ബിങ് പറയണതൊക്കെ ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് പോലെ തോന്നി, ടൈമിങ് കറക്റ്റ് ആവാത്ത പോലെ തോന്നി. അതിലിപ്പോൾ ഇവിടുത്തെ തിയേറ്ററിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുഴപ്പമുണ്ടായില്ല, ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ 2 സീൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായി. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എന്താണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കാം, നിങ്ങളുടെ അവിടുത്തെ തിയേറ്ററിലുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നെഗറ്റീവാ എന്ന് പറയുന്നില്ല, ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിട്ടാണ് കൂട്ടുന്നത്. അതൊന്നും നമ്മുടെ സിനിമയിലെ ബാധിച്ചിട്ടില്ല. നല്ല രീതിയിൽ ആ ഒരു ഒഴുക്കോടെ തന്നെയാണ് ആ സിനിമ പോയിട്ടുള്ളത്. അതായത് പക്ക ത്രില്ലറാണ്. ഇതിൻ്റെ എന്താ പറയുക, നമുക്ക് ഭയങ്കര രോമാഞ്ചിഫിക്കേഷൻ വരുന്ന ഫൈറ്റോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പക്ക സാധാരണമായിട്ടുള്ള ഫൈറ്റ് സീനും, അതായത് നായകന് സൂപ്പർസ്റ്റീഷ്യസ് പവർ ഉണ്ടായിട്ട് ഇടിച്ച് എല്ലാവരും പറപ്പിക്കുന്ന ഒരു നായകനല്ല ചാക്കോച്ചൻ. പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റും ഇടി കൊള്ളുന്നതും ഒക്കെ പക്ക റിയലിസ്റ്റിക് ആണ്. എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസറിൻ്റെ അവസ്ഥകളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ വില്ലനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുപ്പി, അതായത് വിശാഖ്, നമ്മുടെ ആനന്ദത്തിലൊക്കെ ഉള്ള അവൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് ലുക്കും, അതായത് പക്ക നമ്മൾ ഒരു ഹോളിവുഡ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വില്ലന്മാരുടെ ലുക്കും ആ സ്വാഗും എല്ലാം ആ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. അതായത് എടുത്തു പറയേണ്ട പെർഫോമൻസ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, അടിപൊളിയായിട്ട്, വാവ് എന്തൊരു അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണേ എന്നുള്ളൊരു സാധനം കിട്ടി. അതായത് പണി സിനിമയിൽ സാഗർ സൂര്യം ജുനൈസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇവൻ വിശാഖ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും പിന്നെ വേറെ ആളുടെ കൂടെ നടക്കുന്ന 2 ആൾക്കാരും 2 പെൺകുട്ടികളൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തു. അവരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഇതിലെടുത്തു പറയാനായിട്ടുള്ളത് വില്ലനിസും ഉണ്ട്, അതേപോലെ തന്നെ നായകൻ്റെ ആ ഒരു സംഭവങ്ങളും. പിന്നെ പ്രിയാമണി അടിപൊളിയാണ്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ജഗദീഷ് ചേട്ടനാണ്. ജഗദീഷ് ചേട്ടൻ നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു 7 പടം 8 പടം കണ്ട് അടിപൊളി, അതായത് എല്ലാം അടിപൊളി പെർഫോമൻസ്, അടിപൊളി പടത്തിലും ആളുണ്ടാവും. അതേപോലെ തന്നെ ഈ വർഷവും അതിനൊരു ഇതുണ്ടായില്ല. നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ് സിനിമയിലുണ്ട്. നല്ലൊരു അച്ഛൻ ക്യാരക്ടറായിട്ടുള്ളൊരു ഒരു ക്യാരക്ടർ അറിയാലോ. ജഗദീഷ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലെവൽ ഓഫ് സാധനത്തിലേക്ക് തന്നെ എത്തിക്കും. ജഗദീഷ് ചേട്ടൻ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പടം. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് കാണേണ്ട ഒരു മൂവിയാണ് ഈ ഒരു മൂവി. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് കാണണം. എനിക്കെന്തായാലും നല്ലൊരു പടമായിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്തായാലും പടം നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ. ആൾക്ക് നെഗറ്റീവ് പറയാനായിട്ടൊന്നും ഇല്ല ഈ പടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ പടം മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും കണ്ടതിന് ഭയങ്കര താങ്ക്സ്.